നമ്മൾ 9th 5 ചാപ്റ്റേഴ്സാണ് റിവൈസ് ചെയ്തത്. ഇത് നമ്മൾ 6ഉം 7ഉം പാഠങ്ങളാണ് റിവിഷൻ ചെയ്യുന്നത്. 6ാമത്തെ പാഠം പൗലോസിൻ്റെ മാനസാന്തരം, 7ാമത്തെ പാഠം പൗലോസിൻ്റെ 1ാം മിഷണറി യാത്ര. ഈ 2 പാഠങ്ങളാണ് നമ്മളിന്ന് റിവൈസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഡാഷ് അത്രേ എന്നിൽ ജീവിക്കുന്നത്. മോഡൽ എക്സാമിന് എഴുതിയോ ഈ ആൻസർ എല്ലാവരും? ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എന്തായിരുന്നു പൗലോസിൻ്റെ ആദ്യത്തെ പേര്? ശൗൽ എന്നായിരുന്നു പൗലോസിൻ്റെ ആദ്യത്തെ പേര്. ഈ ശൗൽ എന്നത് ഏത് ഭാഷയിലുള്ള പേരാണെന്നറിയാമോ? എബ്രായ നാമമായിരുന്നു ശൗൽ എന്നുള്ളത്. ശൗലിൻ്റെ പിന്നീട് എന്തായി മാറി? ശൗലിൻ്റെ പേര് പൗലോസ് എന്നായിട്ട് മാറി. പൗലോസ് എന്നത് ഏത് ഭാഷയിലുള്ള പേരാണെന്ന് അറിയാമോ? റോമൻ നാമമാണ് പൗലോസ് എന്നുള്ളത്. എവിടെയായിരുന്നു ഈ ശൗലിൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ പൗലോസിൻ്റെ ജന്മസ്ഥലം? കിലിക്യ പ്രവിശ്യയിലെ തർശോഷ് എന്ന നഗരമാണ് ശൗലിൻ്റെ ജന്മസ്ഥലം. ഇനി ഏത് പണ്ഡിതൻ ആയിരുന്നു ശൗലിൻ്റെ ഗുരു? അതും നമ്മുടെ മോഡൽ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനായിരുന്നു. ആരായിരുന്നു ശൗലിൻ്റെ അല്ലെങ്കിൽ പൗലോസിൻ്റെ ഗുരു? ആരായിരുന്നു? യഹൂദ റാബിയായ പണ്ഡിതനായ ഗമാലിയേലായിരുന്നു ശൗലിൻ്റെ അല്ലെങ്കിൽ പൗലോസിൻ്റെ ഗുരു. ശൗല് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് ഏത് സ്ഥലത്തേക്കാണ് പോയത്? എവിടേക്കാണ് പോയത്? ദമാസ്കോസിലേക്കാണ് പോയത്. യെരുശലേമിൽ നിന്നും ദമാസ്കോസിലേക്ക് എത്ര ദൂരമാണ് ഉണ്ടെന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? 2 ദിവസത്തെ ദൂരം എന്നാണ് അങ്ങോട്ടേക്ക് ഉള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 2 ദിവസത്തെ യാത്രയാണ് യെരുശലേമിൽ നിന്നും ദമാസ്കോസിലേക്ക് ഉള്ളത്. അടുത്ത ചോദ്യം, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇത് ആരോട് പറഞ്ഞതാണ്? യേശു ശൗലിനോട് പറഞ്ഞ വാക്കുകളാണ്. അടുത്ത ചോദ്യം, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. ഇതാര് പറഞ്ഞതാണ്? ഇതും യേശു പൗലോസിനോട് അല്ലെങ്കിൽ ശൗലിനോട് പറഞ്ഞ വാക്കുകളാണ്. അടുത്ത ചോദ്യം, അന്ധനായി യേശു നമുക്കറിയാം ശൗൽ അന്ധനായി മാറിയതിന് ശേഷം അല്ലേ, ഈ അന്ധനായ ശൗല് എവിടേക്കാണ്? ദമസ്കോസിൽ എവിടെയാണ്, ആരുടെ വീട്ടിലാണ് താമസിച്ചത്? ദമസ്കോസിലെ യൂദ എന്ന ക്രിസ്തീയ വിശ്വാസിയുടെ ഭവനത്തിലാണ് താമസിച്ചത്. ആരാണ് ശൗലിനെ സ്നാനപ്പെടുത്തിയ വ്യക്തി? ആരായിരുന്നു? അല്ലെങ്കിൽ ശൗലിൻ്റെ അന്ധത മാറ്റിയത് ആരാണ്? അനന്യാസാണ് ശൗലിൻ്റെ അന്ധതയെ മാറ്റി ശൗലിനെ സ്നാനപ്പെടുത്തിയത്. അദ്ദേഹം ദമസ്കോസിലെ സഭാ സമൂഹത്തിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം ക്രിസ്തീയ സഭയുടെ ശൗല് മാമോദീസയേറ്റ് ക്രിസ്തീയ സഭയുടെ അംഗമായതോടെ എത്ര ദിവസത്തെ ഉപവാസമാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്? 3 ദിവസത്തെ ഉപവാസമാണ് ശൗല് അവസാനിപ്പിച്ചത്. അടുത്ത ചോദ്യം, കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? ഇതാര് പറഞ്ഞ വാക്കുകളാണ്? ഇത് പൗലോസിൻ്റെ വാക്കുകളാണ്. ശൗൽ ഒരു ക്രിസ്ത്യാനി ആയ ശേഷം ശൗലിൻ്റെ ജീവിതത്തിൽ വന്ന വീക്ഷണത്തിലും വിശ്വാസത്തിലും വന്ന മാറ്റം എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസറാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ നിങ്ങളുടെ ട്രയൽ എക്സാം ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു 3 പോയിൻ്റുള്ള ഒരു ക്വസ്റ്റ്യനകത്ത് 4ാമത്തെ പോയിൻ്റ് അല്ലെ അതിൽ 2 പോയിൻ്റ് കൊടുത്തിട്ട് 2 അല്ലാത്ത പോയിൻറ്റും കൂടെ കൊടുത്തിട്ട് ABCD ഓപ്ഷൻ ഇട്ടിട്ട് AB ആണോ BC ആണോ എന്ന് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം കൂടി നിങ്ങളോട് ചോദിക്കുന്നത്. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യാനി ആയ ശേഷം
അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലും വിശ്വാസത്തിലും വന്ന മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. അപ്പോൾ അതല്ലാത്തത് വന്നാൽ നമുക്ക് അതിൽ നിന്ന് മാറ്റാൻ പറ്റും, ഏതാണ് കറക്റ്റ് എന്ന് ചൂസ് ചെയ്യാൻ പറ്റും. എന്തായിരുന്നു? ഒന്ന്, യേശുവിലുള്ള വിശ്വാസത്തിൽ ശത്രുവായി താൻ കരുതി ദ്വേഷിച്ച നസ്രായനായ യേശു തന്നെയാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. രണ്ടാമതായിട്ട് അദ്ദേഹം ക്രിസ്തു മരത്തിൽ തൂക്കപ്പെട്ടവനായിരുന്നത് കൊണ്ട് ശപിക്കപ്പെട്ടവനെന്നായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. എന്നാൽ ശൗലിനുണ്ടായ ദർശനത്തിന് ശേഷം യേശുവാണ് സകല മനുഷ്യരുടെയും രക്ഷകനെന്ന് ശൗൽ വിശ്വസിച്ചു. മൂന്നാമതായിട്ട് ദൈവജനം യഹൂദന്മാരെന്നായിരുന്നു ശൗല് കരുതിയിരുന്നത്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന സകലരും ദൈവജനമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ക്രിസ്തീയ സഭയാണ് ദൈവത്തിൻ്റെ ജനമെന്നും പുതിയ ഇസ്രയേലും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. അപ്പോൾ ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ അത്രയുമാണ്. ഇനി നമുക്ക് പൗലോസ് ശ്ലീഹായുടെ 1ാം മിഷണറി യാത്രയെക്കുറിച്ച് നോക്കാം. 1ാം മിഷണറി യാത്രയുടെ കാലഘട്ടം ഏത്? ഇന്ന് 3ാം മിഷണറി യാത്രയുടെ കാലഘട്ടം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കാലഘട്ടം ഓർത്തിരിക്കുക. AD 47-നും 49-നും ഇടയ്ക്കായിരുന്നു പൗലോസിൻ്റെ 1ാം മിഷണറി യാത്ര നടന്നത്. ആദ്യത്തെ ചോദ്യം, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം തുടരുവാൻ കർത്താവ് ആരെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചത്? സഭയെയാണ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചത്. അടുത്ത ചോദ്യം, മിഷണറി യാത്രകളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്? പൊതുവായ കാര്യങ്ങൾ, അതും ഞാൻ മുമ്പേ ചോദിച്ച മാതിരി വരാം. എന്താണ്? ഒന്ന്, സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് സഭയാണ് അധികാരപ്പെടുത്തുന്നത്. 2, അവരുടെ യാത്രയിലും പ്രവർത്തനത്തിലുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ആലോചനയുമൊക്കെ അവർക്ക് ലഭിക്കുന്നു. പിന്നീട് 3-മതായിട്ട് പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. 4-മതായിട്ട് ആദ്യം യഹൂദ സമൂഹത്തിലും പിന്നീട് വിജാതീയ സമൂഹത്തിലുമാണ് അവർ പ്രവർത്തിച്ചത്. 5-മതായിട്ട് ഒറ്റയ്ക്കായിട്ടല്ല, അവരൊരു കൂട്ടായ്മയായിട്ടായിരുന്നു സഞ്ചരിച്ചതും പ്രവർത്തിച്ചതും. 6-മതായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിനോടൊപ്പം രോഗികളെ അവർ സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ 6 പോയിന്റുകളിൽ ഓർത്തിരിക്കുക. എന്നാൽ മാത്രമേ നമുക്കതല്ലാത്തത് വന്നാൽ അത് എടുത്തു മാറ്റുവാൻ പറ്റുകയുള്ളൂ. ഇനി എവിടെ നിന്നായിരുന്നു പൗലോസിൻ്റെ മിഷണറി യാത്ര ആരംഭിച്ചത്? അന്ത്യോക്യയിൽ നിന്നായിരുന്നു അല്ലേ? ഇനി ആദ്യത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹത്തിനോടൊപ്പം ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? അതും നമ്മളോട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഇത് രണ്ടും എവിടെ നിന്നാണ് ആരംഭിച്ചത്? ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹയാത്രികൻ? ആരായിരുന്നു? ബർന്നബാസ് ആയിരുന്നു അല്ലേ? ബർന്നബാസിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, യോഹന്നാൻ എന്ന് മറുനാമമുള്ള മർക്കോസ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെങ്ങോട്ടാണ് 1ാം മിഷണറി യാത്രയിൽ അന്ത്യോക്യയിൽ നിന്നും അവർ എങ്ങോട്ടാണ് പോയത്? ആദ്യം പോയത് അവർ സൈപ്രസിലേക്ക് അല്ലെ കുപ്രോസിലേക്കാണ് പോയത്. ആരുടെ നാടാണ് ഈ കുപ്രോസ്? ബർന്നബാസിൻ്റെ നാടാണ് സൈപ്രസ് അല്ലെങ്കിൽ കുപ്രോസ് എന്ന് പറയുന്നത്. പാംഫോസ് എന്ന സ്ഥലത്ത് അവരെത്തിയപ്പോൾ ആരെയാണ് മാനസാന്തരപ്പെടുത്തിയത് പൗലോസ്? ആരെയായിരുന്നു? സെർഗിയോസ് പൗലോസ് എന്ന ആളെയാണ് അവിടെ വെച്ച് മാനസാന്തരപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, എവിടെ മുതലാണ് പൗലോസ് നേതൃസ്ഥാനത്തേക്ക് വരുന്നത്, യാത്രയുടെ ലീഡറായി മാറുന്നത്? പാംഫോസ് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ശേഷമാണ് യാത്രയുടെ ലീഡർ ബർന്നബാസ് എന്ന സ്ഥാനം മാറി പൗലോസായി മാറുന്നത്. അടുത്ത ചോദ്യം, എവിടെ വെച്ചാണ് മർക്കോസ്, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മർക്കോസ് പിന്മാറിപ്പോയത്? ഏഷ്യ മൈനറിലെ പെർഗയിൽ വെച്ചാണ് മർക്കോസ് പിന്മാറിപ്പോയത്. അടുത്ത ചോദ്യം, പിസിദ്യയിലെ അന്ത്യോക്യയിൽ അവർ യഹൂദ സുനഗോഗിൽ പൗലോസ് ഒരു പ്രസംഗം നടത്തി. ഈ പൗലോസ് ചെയ്ത പ്രസംഗത്തിൽ
എന്തൊക്കെയാണ് അദ്ദേഹം, എന്തിനെയൊക്കെ ഉൾപ്പെടുത്തിയാണ് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് അദ്ദേഹം സമർത്ഥിച്ചത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നത്? 1 യഹൂദ ന്യായപ്രമാണം, 2 ഇസ്രയേലിൻ്റെ ചരിത്രം, 3 പ്രവചന സത്യങ്ങൾ. ഈ 3 കാര്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് യേശു ക്രിസ്തുവാണെന്ന് സമർത്ഥിച്ചത്. അടുത്ത ചോദ്യം, എവിടെ വെച്ചാണ് പൗലോസ് കാലിന് ശക്തിയില്ലാത്ത, ജനനം മുതൽ കാലിന് ശക്തിയില്ലാത്ത, ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരാൾക്ക് സൗഖ്യം നൽകിയത്? ലുസ്ത്രയിൽ വെച്ചാണ് അദ്ദേഹം കാലിന് ശക്തിയില്ലാത്ത, ഒരിക്കലും നടന്നിട്ടില്ലാത്ത ആൾക്ക് സൗഖ്യം നൽകിയത്. അടുത്ത ചോദ്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇതാര് പറഞ്ഞ വാക്യമാണ്? പൗലോസ് പറഞ്ഞ വാക്യമാണ് കേട്ടോ. കുറേ അങ്ങനത്തെ വാക്യങ്ങളുണ്ട് പൗലോസ് പറഞ്ഞത്. അപ്പം ഇത് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ആയിട്ടോ ഇതാര് പറഞ്ഞു എന്ന രീതിയിലോ ചോദിക്കാം. അപ്പോൾ ഇതിങ്ങനെ പൗലോസ് പറഞ്ഞത് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ അത് കൂടുതൽ നമുക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറഞ്ഞത് പൗലോസാണ്. പിന്നെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറഞ്ഞത് പൗലോസാണ്. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞത് പൗലോസാണ്. അങ്ങനെ കുറേ വാക്യങ്ങളുണ്ട് പൗലോസ് പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ ഓരോ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് വരുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, കർത്താവിന് വേണ്ടിയും സ്വർഗരാജ്യത്തിന് വേണ്ടിയും കഷ്ടം അനുഭവിക്കുന്നത് ഡാഷ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ കരുതിയത്? കർത്താവിന് വേണ്ടിയും സ്വർഗരാജ്യത്തിന് വേണ്ടിയും കഷ്ടം അനുഭവിക്കുന്നത് ഭാഗ്യമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ കരുതിയത്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിന്നുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം. മോഡൽ എക്സാമൊക്കെ എളുപ്പമായിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങാം. എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം റിവിഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും റിവിഷൻ കേൾക്കുവാനും പഠിക്കുവാനും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.